हिंदी क्लास में सबको स्वागत। आज हम कृष्णा सोबती की कहानी सिक्का बदल गया पढ़ेंगे। आधुनिक हिंदी साहित्य की प्रमुख महिला कथाकार है कृष्णा सोबती। उनका जन्म 1925 में गुजरात में हुआ। उन्होंने पहले कविताएं लिखी थी, बाद में वे कथा साहित्य की तरफ मुड़ी। ആദ്യം കവിതകളാണ് എഴുതിയിരുന്നത്, അതിനുശേഷമാണ് കൃഷ്ണ സോബത്തി കഥാസാഹിത്യത്തിലേക്ക് തിരിഞ്ഞത്. ഉൻകി പഹലി കഹാനി ഹേ ലാമ. ആദ്യത്തെ കഥയാണ് ലാമ എന്ന് പറഞ്ഞത്. ബാദലോം കെ ഘേരെ, ഡാർ സെ ബിഛുടി, തീൻ പഹാഡ്, ജിന്ദഗി നാമ ആദി ഉൻകി പ്രമുഖ രചനായം ഹേ. മറ്റുള്ള രചനകളാണ് ബാദലോം കെ घेरे, डार से बिछुड़ी, तीन पहाड़, जिंदगी नामा मुदलाय रचनകൾ. उनकी अधिकांश कहानियों में देश विभाजन की त्रासदी को चित्रित किया गया है. അവരുടെ അധികാംശം എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്റ്റോറീസിൽ ദേശവിഭാജൻ കി ത്രാസദി, ദേശവിഭാജൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ത്രാസദി എന്ന് പറഞ്ഞാൽ ട്രാജഡിയാണ്, ദുരന്തം. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായിരുന്ന ദുരന്തത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിക്ക ബദൽ ഗയാ നാമക് കഹാനി ഇസ് പ്രകാർ കി കഹാനി ഹെ. നമുക്കിപ്പോൾ പഠിക്കാനുള്ള സിക്ക ബദൽ ഗയാ എന്ന് പറഞ്ഞ കഥയും ഇതേപോലെയുള്ള ഭാരതത്തിൻ്റെ വിഭജന കാലത്തുണ്ടായിരുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയിരുന്നതാണ്. സിക്ക ബദൽ ഗയാ നാമക് കഹാനി മേം ഏക് ബൂഢി വിധവ ഷാഹിനി കി കാരുണിക് ദശാ കാ ചിത്രം മിൽത്താ ഹെ. നമുക്കിപ്പോൾ പഠിക്കുവാനുള്ള സിക്ക ബദൽ ഗയ എന്ന് പറഞ്ഞ കഥയിൽ ഒരു ബൂഢിയായ, വൃദ്ധയായ और വിധവ ഭി ഹെ, വിധവയും കൂടിയായ ഷാഹിനി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, അവരുടെ ദയനീയ ദശാക്ക, കാരുണിക് ദശാക്ക ചിത്രം യഹാം മിൽത്താ ഹെ. അവരുടെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കഹാനി കാ പ്രമുഖ പാത്ര ഹെ ഷാഹിനി. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഷാഹിനി. സുബഹ് കി വേളാമേം ഷാഹിനി ഖദ്ദർ കി ചാദർ ഓഡ്കർ ചനാബ് നദി മേം ശ്രീരാം ശ്രീരാം കർത്തി ഹുയി പാനി മേം ഡൂബ്കർ ബാഹർ ആയി. ഏക് ദിൻ ക്യാ ഹുവാ, ഒരു ദിവസം എന്തുണ്ടായി എന്ന് നോക്കാം. ഒരു ദിവസം രാവിലെ സുബഹ് കി വേളാമേം, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ ആ ടൈമിൽ ഷാഹിനി ഖദ്ദർ കി ചാദർ ഓഡ്കർ, ഖദ്ദർ വസ്ത്രമാണ്, ഖാദി വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഖാദിയുടെ വസ്ത്രം അണിഞ്ഞിട്ട്, ഓഢിന എന്ന് പറഞ്ഞാൽ പുതക്കുക എന്നാണ്, പുതച്ചിട്ട് ചനാബ് നദിയിൽ ശ്രീരാം ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് വന്നു. അതായത് കുളിച്ചിട്ട് പുറത്തേക്ക് വന്നു. വഹാം കോയി നെഹിൻതാം. അപ്പോൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ രേത് മേം ക്രാന്തികാരിയോം കെ അഗണിത് പാവോം കെ നിശാൻ ദിഖായി പടേ. എങ്കിലും ആരും ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെയുള്ള രേത്ത് എന്ന് പറഞ്ഞാൽ മണലിൽ ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരി എന്നാണ് അർത്ഥം. വിപ്ലവകാരികളുടെ അഗണിത് പാവ്, അഗണിത് എന്ന് പറഞ്ഞാൽ അസംഖ്യമായ അനേക പാവ് എന്ന് പറഞ്ഞാൽ പയറും കെ നിശാൻ ദിഖായി പടേം. നിശാൻ എന്ന് പറഞ്ഞാൽ അടയാളം. അപ്പോൾ എന്താ കാണപ്പെട്ടത്? ആ മണലിൽ വിപ്ലവകാരികളുടെ അനേകമായ കുറേ കാൽപ്പാടുകൾ കാണപ്പെട്ടു. ഭയഭീത് ഹോഗി. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ, നിശാൻ കണ്ടപ്പോൾ, അടയാളങ്ങൾ കാൽപ്പാടുകൾ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. പിച്ചലെ 50 വർഷവും സെ യഹാ നഹാത്തി ആ രഹി ഹെ. അവർ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇവിടെയാണ് കുളിക്കാറുള്ളത്. एक दिन शाहजी की दुल्हन बनकर इसी नदी के किनारे आई थी. ഒരു ദിവസം ആദ്യമായിട്ട് ഇതിനു മുമ്പിൽ വന്നിരിക്കുന്നത് ഷാഹജിയുടെ, അവരുടെ പതിയാണ് ഷാഹജി. ഷാഹജിയുടെ വധു ആയിക്കൊണ്ട്, ദുൽഹിൻ എന്ന് പറഞ്ഞാൽ വധു ആയിക്കൊണ്ട് ഈ നദിക്കരയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആജ് ഷാഹജി ജിന്ദാ നഹീം ഹെ. ഇന്ന് ഷാഹജി ജീവിച്ചിരിപ്പില്ല.
ഉസ്കാ വ പഠാ ലിഖാ ബേട്ടാ ബി അബ് നഹീം ഹെ. അവരുടെ പഠിച്ചിട്ടുള്ള വിദ്യാസമ്പന്നനായ ബേട്ട മകനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. വ ഹവേലി മേ അക്കേലി രഹത്തി ഹെ. അതുകൊണ്ട് ഷാഹനി ഇന്ന് ഹവേലി എന്ന് പറഞ്ഞാൽ വലിയ ബംഗ്ലാവ്, മാളിക, തൻ്റെ മാളികയിൽ ഒറ്റയ്ക്കാണ്. അക്കേലി എന്ന് പറഞ്ഞാൽ തനിച്ചാണ് താമസിക്കുന്നത്. ഉസ്കെ പാസ് ഖൂബ് സോന ചാന്തി ഔർ നക്കദി ബി ഹെ. അവരുടെ അടുത്ത് ഇഷ്ടംപോലെ ധാരാളം സ്വർണങ്ങളും വെള്ളിയും ഔർ നക്കദി കേഷ് ബി ഹെ. സോന എന്ന് പറഞ്ഞാൽ സ്വർണം, ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളി, നക്കദി എന്ന് പറഞ്ഞാൽ കേഷ് ധാരാളമായിട്ടുണ്ടായിരുന്നു. നദി തടുസേ ലൗട്ട് ആത്തേ സമയ ഷാഹനി ഷേരെ സെ മിൽനെ ഗെയിം. നദീതടത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഷാഹനി ഷേരയെ ഒന്ന് കാണാൻ വേണ്ടി പോയി. शेरे की माम जैना की मृत्यु के बाद शाहिनी ने शेरे को अपने बेटे के समान पालन पोषण किया था. അപ്പോൾ ഷേര ആരാണെന്നാണ് പറയുന്നത്. ഷേരെ കി മാം ജൈന ഹെ. ജൈന എന്നതാണ് ഷേരയുടെ അമ്മയുടെ പേര്. ഉൻകി മൃത്യു കെ ബാദ് ഷാഹിനീനെ ഷേരേക്കോ അപ്നെ ബേട്ടേക്ക് സമാൻ പാലൻ പോഷൺ കിയാത്ത. ജൈനയുടെ മരണത്തിന് ശേഷം അവരെ ഷാഹിനിയാണ് തൻ്റെ മകനെ പോലെ, ഷേരെ തൻ്റെ മകനെ പോലെ വളർത്തിയിരുന്നത്. ഷേരെ കി പത്നി ഹസൈനാക്കോ ഷാഹിനി ചാഹത്തി തീ. ഷേരയുടെ പത്നിയാണ് ഹസൈന. ഹസൈനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഷാഹിനിക്ക്. ഷാഹിനീനെ कल रात को अपनी हवेली में हुए लूटपाट के बारे में पूछ लिया तो शेरा घबरा गया. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഷാഹിനിയുടെ ഹവേലിയിൽ ലൂട്ട്പാട്ട് എന്ന് പറഞ്ഞാൽ കൊള്ളത്തരം കൊള്ള നടത്തിയിരുന്നു. അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു. അപ്പോഴോ ഷേര ഇത് കേൾക്കുമ്പോൾ ഘബരാന എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക. അപ്പം ഇന്നലെ രാത്രിയിൽ നടന്ന കൊള്ളത്തരത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഷേര ഒന്ന് പരിഭ്രമിച്ചു പോയി. शेरे ने आतंकवादियों से मिलकर शाहिनी के कत्ल करने का मशविरा लिया था. शेര ആതങ്കവാദി എന്ന് പറഞ്ഞാൽ ഭീകരവാദി. അപ്പോൾ ഭീകരവാദികളുടെ കൂടെ ചേർന്നിട്ട് ഷാഹിനിയെ കത്ൽ കർണ എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുവാനുള്ള മശിവിര എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന, ഷഡ്യന്ത്ര ലിയാത്ത. ഇന്നലെ രാത്രിയിൽ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ഷാഹിനിയെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗൂഢാലോചന അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. വഹി ഷാഹിനി ഷേരെ കെ സാമനെ ബൈഠി ഹെ. ഇന്ന് ആ ഷാഹിനിയാണ് ഷേരയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഉസ്കാ മൻ ദുവിധാമേ പടുകയ. അപ്പോൾ ഷേരയുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്ത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷനായി. പുരാനി ബാത്തേ യാദ് കർ ഉസ്നേം ഷാഹിനിക്കോ ഹവേലി പഹുഞ്ചായ. അപ്പോൾ വീണ്ടും മനസ്സിലൊരു കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം എന്നത്. അവർ നേരത്തെ സ്വന്തം മകനെ പോലെ വളർത്തിയിരുന്നതാണ് ഷേരയെ. അപ്പോൾ ഷേരയുടെ മനസ്സിൽ പുരാനി ബാത്തീം, പഴയ കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങളെയൊക്കെ ഓർത്തു. അപ്പോൾ അവരുടെ മനസ്സ് മാറുകയും ഷേരയുടെ മനസ്സ് മാറുകയും അവൻ പിന്നീട് എന്തു ചെയ്തു? ഷാഹിനിയെ അവരുടെ ഹവേലിയിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു. थोड़ी देर के बाद दुर्बल देह वाली शाहिनी को शरणार्थी मुकाम में ले जाने के लिए ट्रक आई. थोड़ी देर बाद क्या हुआ? अल्पसमयത്തിന് ശേഷം दुर्बल देह वाली शाहिनी है, वो बूढ़ी हो गई है, इसलिए उनका शरीर भी उनकी देह भी दुबली पतली हो गई है. इसलिए दुर्बल शरीर वाली शाहिनी को शरणार्थी മുക്കാം എന്ന് പറഞ്ഞാൽ ക്യാമ്പാണ്. അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പ്. അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ട്രക്ക് വന്നു. ബാത്ത് ഹി ബാത്ത് മേം ഖബർ ഗാവ് ഭർ മേ ഫൈൽ ഗയി. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ എവിടം വരെ എത്തി? ഗ്രാമത്തിൽ എല്ലായിടത്തും ഈ കാര്യം പരന്നു. सभी गाँव वाले शाहिनी की हवेली में
हवेली की ड्यूटी से अंतिम बार निकलने की कारुणिक दशा को देखने के लिए आए. അപ്പോൾ ഈ വിവരം, ഖബർ എന്ന് പറഞ്ഞാൽ വിവരം എന്നാണ്. ഈ ഖബർ അവിടെ എല്ലായിടത്തും പരന്നു. സബി ഗാവ് വാലെ ഷാഹിനി की हवेली की ड्यूटी से अंतिम बार निकलने की कारुणिक दशा को देखने के लिए आए. സബി ഗാവ് വാലെ, അവിടുത്തെ ഗ്രാമവാസികളെല്ലാം തന്നെ എന്ത് ചെയ്തു? ഷാഹിനി തൻ്റെ ഹവേലിയിൽ നിന്നും, ഹവേലിയുടെ ഡ്യൂഡി എന്ന് പറഞ്ഞാൽ ഉമ്മറപ്പടി എന്നാണ്, തൻ്റെ പടിവാതിൽക്കൽ നിന്നും അന്തിമമായിട്ട് അവസാനമായിട്ട് ഇറങ്ങുന്നതായ ആ കാരുണിക ദൃശ്യം, ദയനീയമായ കാരുണികമായ ദൃശ്യം കാണുവാൻ വേണ്ടി ഗ്രാമവാസികളൊക്കെ അവിടെ വന്നു ചേർന്നു. ഛോട്ടാസ ജനസമൂഹ് രോയാം, അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയൊരു ജനസമൂഹം, ആ ജനസമൂഹം ഈ ദൃശ്യം കണ്ടിട്ട് കരഞ്ഞു. थानेदार दाऊद खान जरा अकड़कर आगे आया. थानेदार എന്ന് പറഞ്ഞാൽ പോലീസ് ഇൻസ്പെക്ടർ. ദാവൂദ് ഖാൻ ജര അഖഡ്കർ, ജര എന്ന് പറഞ്ഞാൽ അല്പം, അക്കടിന അഹങ്കരിക്കുക, അല്പം അഹങ്കാരത്തോടുകൂടി മുന്നോട്ട് വരികയും SI മുന്നോട്ട് വരികയും എന്നിട്ട് എന്തു പറഞ്ഞു നോക്കാം? और ड्यूटी पर खड़ी നിർജീവ് ഛായാക്കോ ദേഖ് കർ ഠിഠക് ഗയ. അപ്പം വാതിൽക്കൽ വന്നു നിൽക്കുന്നതായ ആ നിർജീവം പോലെയുള്ള നിഴൽ, നിർജീവമായ നിഴൽ പോലെയുള്ള ഷാഹനിയെ കണ്ടിട്ട് നിന്നുപോയി. एक ज़माने में ഷാഹിനി ദാവൂദ് ഖാൻ की मदद करती थी. ഒരു കാലത്ത്, പണ്ടൊരു കാലത്തിൽ ഷാഹിനി ദാവൂദ് ഖാനെയും സഹായിച്ചിട്ടുള്ളവൾ ആയിരുന്നു. വഹി ഷാഹിനി സെ ആജ് അത്യാചാർ കർ രഹാ ഹെ. ആ ഷാഹിനിയുമായിട്ടാണ് ഇന്ന് അത്യാചാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാഹിനി को शरणार्थी मुकाम में ले जाते समय कुछ सोना चांदी अपने साथ ले जाने को ദാവൂദ് ഖാൻ ने कहा. തന്നെ സഹായിച്ചിരുന്ന ഷാഹിനിയോട് പറയുകയാണ്, ഷാഹിനിക്കോ ശരണാർത്ഥി മുക്കാമേ ലേ ജാത്തെ സമയ, ഷാഹിനിയെ ശരണാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് സ്വർണങ്ങളും വെള്ളി മുതലായവ എടുത്തുകൊള്ളാൻ വേണ്ടി ദാവൂദ് ഖാൻ പറഞ്ഞു. ലേക്കിൻ ഷാഹിനി അസ്പഷ്ട സ്വരമേ ബോലി, എങ്കിലും ഷാഹിനി അസ്പഷ്ടമായിട്ട് പറഞ്ഞു, ബച്ചാ वो सब तुम लोगों के लिए है, मेरा सोना तो एक एक ज़मीन में बिछा है. അപ്പോൾ അസ്പഷ്ടമായ ശബ്ദത്തിൽ പറഞ്ഞു, ബച്ചാ वो सब तुम लोगों के लिए, ഇനി ഇവിടെയുള്ള പൊന്നും പണവും എല്ലാം ആർക്ക് വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മേരാ സോനാ തോ ഏക് ഏക് ജമീൻ മേ ബിച്ചാ ഹെ എന്നുകൂടി പറഞ്ഞു. യേ സുൻകർ ദാവൂദ് ഖാൻ ലജ്ജിത് ഹോ ഗയ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു സ്വർണവും വെള്ളിയും ഒന്നും തന്നെ എടുത്തില്ല. അപ്പം വഷളായിരിക്കുകയാണ് ദാവൂദ് ഖാൻ. അതുകൊണ്ട് ലജ്ജിത് ഹോ ഗയ, ലജ്ജിത് ഹോന എന്ന് പറഞ്ഞാൽ ലജ്ജ വന്നു, അതായത് അദ്ദേഹം അവിടെ ലജ്ജിതനാവുകയാണ് ഉണ്ടായത്. കുച്ച് നക്കദി ലേനെ കി ബാത് കോ ബി ഷാഹിനി നെ തിരസ്കാർ കിയ. കുച്ച് നക്കദി എന്ന് പറഞ്ഞാൽ ക്യാഷ്, കുറച്ച് ക്യാഷും എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഷാഹിനി അതിനെയും തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഷേരേനെ ബഡ്ഗർ ഷാഹിനിക്ക് പാവ് ചൂക്കർ കഹ. അപ്പോൾ ഷേര വന്നിട്ട് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഷാഹിനിയുടെ കാല് തൊട്ടിട്ട് പറഞ്ഞു, ഷാഹിനി കോയി കുച്ച് നഹീം കർ സക്ത, ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജ് ബി പലട്ട് ഗയ. രാജ് എന്ന് പറഞ്ഞാൽ ഭരണം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണം മാറിയപ്പോഴും നടക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഷാഹിനിയോട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. दाऊद खान भी दुखी होकर कहता है, मन में मैल न लाना, രാജ് പലട്ട് ഗയ സിക്ക ബദൽ ഗയ. ദാവൂദ് ഖാൻ ദുഃഖിതനായിക്കൊണ്ട് പറയുകയാണ്, മനസ്സിൽ കളങ്കമൊന്നും ഉണ്ടാവരുത്, ഭരണം മാറിയിരിക്കുകയാണ്, സിക്കയും നാണയവും മാറിയിരിക്കുന്നു. ശരണാർത്ഥി ക്യാമ്പ് മേം ജമീൻ പർ ലേട്ടെ ആഹദ് മൻ സേ ഷാഹിനി നെ സോച്ച.
അപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ എത്തുകയും അവിടെ ജമീനിൽ തന്നെ ഇത്രയും കാലം വലിയ മാളികയിൽ താമസിച്ചുകൊണ്ടിരുന്നതായ ഷാഹിനി ഇന്ന് ജമീനിലാണ്, നിലത്താണ് കിടന്നുകൊണ്ട് ആഹത് മനസ്സേ, മുറിവേറ്റ മനസ്സോടെ ദുഃഖിതയായിക്കൊണ്ട് പറയുകയാണ്, അവൾ വിചാരിക്കുകയാണ്, രാജ് പലട്ട് ഗയാ ഹേ സിക്ക ക്യാ ബദലേഗ वो तो मैं वहीम छोड़ आई. അപ്പോൾ അവൾ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, രാജ് ബദൽ ഗയാ ഹേ, ഭരണം മാറിയിരിക്കുകയാണ്, സിക്ക ക്യാ ബദലേഗ, നാണയം മാറുമോ, वो तो मैं वहीം छोड़ आई, അത് ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് അവൾ അവിടെ നിന്നും ഷാഹിനി ആലോചിക്കുകയാണ്. ഇനി കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. इस कहानी में कृष्णा सोबती ने देश विभाजन, हिंदू मुस्लिम का दंगा फसाद, लूटपाट, मारपीट आदि का मार्मिक चित्रण किया है. ഈ സ്റ്റോറിയിൽ കൃഷ്ണ സോബത്തി ദേശവിഭാജനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ദംഗ ഫസാദ്, ഹിന്ദു മുസ്ലിം അപ്പോൾ ദേശവിഭാജനൻ്റെ കാലത്ത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇവിടെ പല ലഹളകളും നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുമാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. ലൂട്ട്പാട്ട് എന്ന് പറഞ്ഞാൽ കൊള്ളത്തരം നടന്നു. സ്വർണവും വെള്ളിയും മറ്റുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊള്ള ചെയ്യപ്പെട്ടു. അവർ മാർപീട്ട്, അടിപിടിയും കൊലയും നടന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാർമിക് ചിത്രം കിയാ ഹേ, മർമ്മസ്പർശിയായിട്ട്, ഹൃദയസ്പർശിയായ രീതിയിൽ, നമ്മളെ മനസ്സിനെ തൊട്ടുണർത്തുന്ന രീതിയിലാണ് കൃഷ്ണ സോബത്തി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. രാജ് ബദൽ ഗയാ ഹേ, ഉസി കെ സാത്ത് സാത്ത് ലോകോം കി മനോദശ ബി ബദൽ ഗയി ഹേ, ഭരണം മാറി. അപ്പോൾ നേരത്തെ സഹായിച്ചിരുന്ന ജനങ്ങളുടെ മനോവികാരം പോലും മാറുകയാണ്. അതുപോലെ തന്നെ പ്യാർ കെ സാത്ത് രഹിനെ വാലെ ലോഗ് ആദതായി ബൻ ജാത്തെ ഹം, സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ജനങ്ങൾ ഇന്ന് ആതതായി എന്ന് പറഞ്ഞാൽ ശത്രു ബൻഗെ, സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ജനങ്ങൾ ഇന്ന് ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ദേശ് കി ആസാദി കെ സമയമേ ഹുവേ പരിവർത്തൻ കോ और शाहनी की ज़िंदगी को कृष्णा सोबती ने पर्दाफाश किया है. അതുപോലെ തന്നെ ദേശ് കി ആസാദി കെ സമയമേ, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം, ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യകാലത്ത്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായ പരിവർത്തനത്തെയും ചേഞ്ചിനെയും അതുപോലെ തന്നെ ഷാഹിനിയുടെ ജീവിതത്തെയുമാണ് കൃഷ്ണ സോബത്തി നമുക്ക് വെളിവാക്കി തരുന്നത്.